വെനിസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡോ? ട്രംപിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നമ്മുടെ റഷ്യൻ ഓയിൽ ടാങ്കർ വെനിസ്വേലയ്ക്ക് സമീപം വെച്ച് ആർമി സീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അപ്പോൾ എന്തിനായിരിക്കും ആർമി റഷ്യൻ ഓയിൽ ടാങ്കർ വെനിസ്വേലയ്ക്ക് സമീപം വെച്ച് സീസ് ചെയ്തത്? അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെനിസ്വേലൻ പ്രസിഡന്റ് മദൂറയും വൈഫിനെയും ആർമി കസ്റ്റഡിയിലെടുത്ത കാര്യം, ക്യാപ്ചർ ചെയ്ത കാര്യം ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം എസിൻ്റെ അണ്ടർ കൺട്രോളിലാണ് വെനിസ്വേല എന്നുള്ള അവകാശവാദങ്ങളൊക്കെയാണ് ട്രംപ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെനിസ്വേലയിൽ നിന്ന് ഓയിൽ ആയി പോയ ഓയിൽ ടാങ്കർ ആർമി സീസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ബാക്കി നടപടികളും കാര്യങ്ങളും ഒക്കെ ഇതുവരെ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. റഷ്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഒന്നും അതിനെ പറ്റിയിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും ഇപ്പം എങ്ങും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഈ ഗ്രീൻലാൻഡും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ? അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീൻലാൻഡ് വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നത്? ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ ഗൈസ്, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ USA മുന്നിട്ടിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം USA വൈറ്റ് ഹൗസിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ അതിനെ സൂചിപ്പിക്കുന്നത് തന്നെയായിരുന്നു. USA ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള സൈനിക നടപടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിട്ട് ഇപ്പോൾ USA ഇറങ്ങിയിരിക്കുന്നത്? ഇതിൻ്റെ കാരണം എന്തെന്നാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഗ്രീൻലാൻഡ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദ്വീപുകളിലൊന്നാണ് ഗ്രീൻലാൻഡ്. അതിൻ്റേതായ പ്രത്യേകതകളും ഗ്രീൻലാൻഡിനുണ്ട്. ഗ്രീൻലാൻഡ് ഒരു ആർട്ടിക് സർക്കിളിൽ ഉള്ളൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിനറൽസും ഓയിൽസും ഗ്യാസസും ഒക്കെ ഗ്രീൻലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാമെന്നാണ് USA കാഴ്ചപ്പാടുകളിലൊന്ന്. അതുകൊണ്ട് തന്നെയാണ് USA അതിലൊരു പ്രത്യേക കണ്ണും വെച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ളതാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കൻ രാജാവാണ് ഗ്രീൻലാൻഡിലെ പൂർണ്ണ ഉത്തരവാദിത്വവും കാര്യങ്ങളും. എന്തെന്നാൽ ഗ്രീൻലാൻഡിന് സ്വന്തമായ ഒരു പാർലമെൻറ്റും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ട്. ഗ്രീൻലാൻഡ് USA കൺട്രോളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ USA ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ് രാഷ്ട്രമായതുകൊണ്ട് തന്നെ USA പല മിലിറ്ററി ക്യാമ്പുകളും ബേസ് ക്യാമ്പുകളും നമുക്ക് ഗ്രീൻലാൻഡിൽ ഇനി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എവിടേക്ക് വേണമെങ്കിലും അറ്റാക്ക് നടത്താനുള്ള ഒരു ബേസ് ക്യാമ്പ് നമുക്ക് ഗ്രീൻലാൻഡിൽ തുടങ്ങാൻ കഴിയുമെന്നാണ് USA അവകാശപ്പെടുന്നത്. അവരിതിന് കാരണമായി പറയുന്നത് സെക്യൂരിറ്റി നാഷൻസിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻലാൻഡ് വേണം എന്നാണ് ട്രംപ് പറയുന്നത്. എന്തെന്നാൽ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ്, അവിടുത്തെ മിനറൽസിനും ഗ്യാസിനും ഓയിൽസിനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ നീക്കങ്ങളെന്ന് നമുക്ക് മനസ്സിലാവും. ഗ്രീൻലാൻഡിന് നേരെ USA ഒരു സൈനിക നടപടികൾ മുതിർന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയൊരു സൈനിക നടപടികളായിരിക്കും അത്. എന്തെന്നാൽ ഗ്രീൻലാൻഡ് നാറ്റോയിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് തന്നെ, നാറ്റോയിൽ അംഗത്വമുള്ളൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ നാറ്റോയിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ കൺട്രികളും അതിൻ്റെ ഒരു പാർട്ടാവുകയും അതൊരു വലിയ സൈനിക നടപടി, ഒരു വലിയ വാറിലേക്ക് മുന്നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് വാർ 3 തന്നെ ആണ് അത് പോയിന്റ് ചെയ്യുന്നത്. നാറ്റോയിൽ അംഗത്വമുള്ള മറ്റ് കൺട്രികളായ ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളൊക്കെ തന്നെയും ഒരു വാറിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഫ്രാൻസും സ്വീഡനും ഡെൻമാർക്കും എന്നീ രാജ്യങ്ങളൊക്കെ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഡിഫൻസും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യുന്നതും എന്തൊക്കെയാണ് വാറിന് വേണ്ട പ്രിപ്പറേഷൻസും പ്ലാൻസും കാര്യങ്ങളും ഒക്കെ അവർ ഔട്ട് ചെയ്യുന്നുണ്ട്. നാറ്റോയിലത്തെ മെമ്പർ ആയതുകൊണ്ട് തന്നെ നാറ്റോയിൽ അംഗത്തുള്ള എല്ലാ കൺട്രികളും US നേരെ തിരിയുകയും അതൊരു വലിയ വേൾഡ് വാറിലേക്ക് നയിക്കുകയും ചെയ്യും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ടൊക്കെ തന്നെയും ഇതൊരു വേൾഡ് വാർ 3 തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് മാർക്കറ്റിലൊക്കെ, ആഗോള മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സും സൂക്ഷ്യം കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. വലിയൊരു നീക്കങ്ങളാണ് ഇനി ഈ വർഷം നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ചൈനയും റഷ്യയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചൈനയുടെ എന്തൊക്കെ തരം ഡിഫൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും അതൊന്നും അവരിതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സ് അമേരിക്കയുടെ പക്ഷത്തായതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ ധൈര്യപൂർവ്വം ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക.